വെൽക്കം ടു സ്റ്റീഫൻ ക്ലാസസ്. ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആനിമൽ കിങ്ഡം എന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ലിവിംഗ് വേൾഡ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾ വളരെ വിശദമായി ടാക്സോണമിക് കാറ്റഗറീസ്, ടാക്സോണമിക് ഹൈറാർക്കി ഇതെല്ലാം പഠിച്ചു. അവിടെ നിങ്ങൾ മനസ്സിലാക്കി ഹയ്യസ്റ്റ് ടാക്സോണമിക് കാറ്റഗറിയാണ് കിങ്ഡം. ഒരു കിങ്ഡം എന്ന ടാക്സോണമിക് കാറ്റഗറിക്ക് ഒരു എക്സാമ്പിളാണ് ആനിമൽ കിങ്ഡം അഥവാ കിങ്ഡം ആനിമാലിയ. അപ്പോൾ ഇന്ന് വിശദമായി നാം പഠിക്കാൻ പോകുന്നത് ഈ കിങ്ഡത്തെക്കുറിച്ചാണ്, കിങ്ഡം ആനിമാലിയ. കിങ്ഡം ആനിമാലിയ നിങ്ങൾക്കറിയാം ആനിമൽസ് വരുന്ന ഒരു ടാക്സോണമിക് കാറ്റഗറിയാണ്. ഈ കിങ്ഡം ആനിമാലിയ വ്യത്യസ്തമായ ഫൈല ആയി നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ഫൈലം എന്നതിൻ്റെ പ്ലൂരൽ ടേമാണ് ഫൈല. സോ ദർ ആർ അബൌട്ട് 11 മേജർ ഫൈല കമ്മിങ് അണ്ടർ കിങ്ഡം ആനിമാലിയ. കിങ്ഡം ആനിമാലിയ എന്ന ഈ ടാക്സോണമിക് കാറ്റഗറിക്കകത്ത് 11 മേജർ ഫൈല നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ 11 മേജർ ഫൈലയും ബൈഹാർട്ടായി ആ കറക്റ്റ് സീക്വൻസിൽ പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ഏതെല്ലാമാണ് ആ മേജർ ഫൈല എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാ നോക്കൂ, ഈ സ്ലൈഡിൽ കാണുന്നതാണ് 11 മേജർ ഫൈല. Animal kingdom, it is classified into 11 major phyla. What are they? നോക്കൂ, സീക്വൻസിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, കമ്മിങ് ഫ്രം പോരിഫെറ. We have to start from porifera. Then second one is Cnidaria, Ctenophora, Platyhelminthes. Then comes Aschelminthes, Annelida, Arthropoda. Then Mollusca, Echinodermata. Then Hemichordata, and finally we have Chordata. So these are the 11 major phyla coming under animal kingdom. Animal kingdomത്തിന് താഴെ 11 major phyla ആണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇത് നിങ്ങൾ ബൈ ഹാർട്ടായി പഠിക്കണം. സ്റ്റാർട്ടിംഗ് ഫ്രം പോരിഫെറ ടു കോർഡേറ്റ ബൈ ഹാർട്ടായി എഴുതാനും പറയുവാനും നിങ്ങൾക്ക് സാധിക്കണം. നോക്കൂ, പോരിഫെറ, we will start from porifera. Second one is Cnidaria. Then comes Ctenophora, Platyhelminthes, Aschelminthes. Then Annelida, Arthropoda, Mollusca, Echinodermata, and Hemichordata, Chordata. So these are the 11 major phyla coming under animal kingdom. ഇത് വളരെ നല്ല രീതിയിൽ ബൈ ഹാർട്ടായി നിങ്ങൾ ആദ്യം പഠിക്കണം. റെഡി? ഇനി അതിനുശേഷം നമുക്കിതിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ബേസിക് ഐഡിയാസിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഈ 11 മേജർ ഫൈലയും ക്ലാസിഫൈ ചെയ്യുന്നത്? ഏതടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പോരിഫെറ മുതൽ കോർഡേറ്റ വരെ എങ്ങനെയാണ് ഡിഫറെൻറ്റ് ഫൈലയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? എന്താണ് അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ? അതിനെക്കുറിച്ചാണ് നാം ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്, ഈ ആദ്യ ഭാഗം. അപ്പോൾ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ നാം പ്രധാനമായും ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഐ റിപ്പീറ്റ്, ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. നമുക്ക് അതിലേക്ക് കടക്കാം. ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. വാട്ട് ആർ ദ ഡിഫറെന്റ് ബേസിക് ഐഡിയാസ് ബിഹൈൻഡ് ക്ലാസിഫിക്കേഷൻ? ക്ലാസിഫിക്കേഷന്റെ ബേസിക് ഐഡിയാസ് ഏതെല്ലാമാണ്? ഇതാ നോക്കൂ. ദർ ഈസ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ദെൻ ബോഡി സിമെട്രി, ജേം ലേയേഴ്സ്, നേച്ചർ ഓഫ് ദ സീലോം, segmentation, and then notochord. So based on these characters we classify animals. ഈ ക്യാരക്ടേഴ്സ് നോക്കിക്കൊണ്ടാണ്, ഓരോ ക്യാരക്ടറും വിശദമായി നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. ഈ ഓരോ ക്യാരക്ടറും ഒന്നൊന്നായി ഒരു പർട്ടിക്കുലർ ആനിമലിൽ ഉണ്ടോ ഇല്ലയോ, അത് എപ്രകാരമാണുള്ളത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഓരോ ആനിമലിനെയും ക്ലാസിഫൈ ചെയ്യുന്നത്. അവയെ വ്യത്യസ്തമായ ആ ഡിഫറെൻറ്റ് ഫൈലയിലേക്ക് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഏതെല്ലാം ബേസിക് ഐഡിയാസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്? ഒന്നുകൂടെ നമുക്ക് നോക്കാം. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ബോഡി സിമെട്രി, ജേം ലേയേഴ്സ്, നേച്ചർ ഓഫ് ദ സീലോം, സെഗ്മെന്റേഷൻ, ആൻഡ് ഓൾസോ നോട്ടോകോഡ്. ഇതെല്ലാം വിശദമായി ഈ ഓരോ ബേസിക് ഐഡിയാസും നാം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. റെഡി? നമുക്ക് തുടങ്ങാം. ആദ്യം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ നിന്ന് നമുക്ക് ആദ്യം ആരംഭിക്കാം. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നോക്കുമ്പോൾ ഇവിടെ അടിസ്ഥാനപരമായി 4 ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ആണുള്ളത്. ഏതൊക്കെയാണ് അടിസ്ഥാനപരമായുള്ള ആ 4 ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ? നോക്കൂ, ദർ ഈസ് എ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, organ level of organization, and then
ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. എന്താണ് ഈ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? സെൽസിൻ്റെ ഒരു അഗ്രിഗേഷൻ മാത്രമേ ഉള്ളൂ ഒരു ജീവി ഉണ്ടാകുവാനായിട്ടെങ്കിൽ അതിനെയാണ് പറയുക സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഈ ആനിമൽ കിങ്ഡത്തിൽ തന്നെ പോരിഫറ എന്ന ഫൈലത്തെ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ അവിടെ സെൽസിൻ്റെ ഒരു ഗ്രൂപ്പ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു അഗ്രിഗേഷൻ മാത്രമേ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അവിടെ ടിഷ്യൂസ് ഒന്നും ഫോം ചെയ്ത് കാണില്ല, ഓർഗൻസ് ഒന്നും അവിടെ ഫോം ചെയ്തിട്ടുണ്ടാവില്ല. വളരെ ലോ ലെവലിലുള്ള ഒരു ഓർഗനൈസേഷനാണ് ഫൈലം പോരിഫറയിൽ കണ്ടുവരുന്നത്. അതിനെയാണ് പറയുക സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സോ ഫൈലം പോരിഫറയിലുള്ള സെൽസിൻ്റെ അഗ്രിഗേഷൻ വഴിയുള്ള ആ ഒരു ലെവൽ ഓഫ് ഓർഗനൈസേഷനെയാണ് പറയുക സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, ദെൻ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. എന്താണ് ടിഷ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ? ടിഷ്യൂസ് എന്നെല്ലാം പറഞ്ഞാൽ അവിടെ സെൽസ് ഗ്രൂപ്പ് ചെയ്തുണ്ടാകുന്നതിനെയാണ് നാം എന്ത് പറയുക? ടിഷ്യൂസ് എന്ന് പറയുക. ഇതാ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. സെൽസ് ഗ്രൂപ്പ് ചെയ്താൽ അവിടെ ഫോം ചെയ്യുന്നതാണ് ടിഷ്യൂസ്. ടിഷ്യൂ ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഹാവിംഗ് എ കോമൺ ഒറിജിൻ ആൻഡ് ദേ പെർഫോം സിമിലർ ഫങ്ഷൻ. സോ ടിഷ്യൂ ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ്. സെൽസിന്റെ ഒരു കൂട്ടമാണ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ. വെറും ഒരു കൂട്ടം മാത്രമല്ല, ദേ ക്യാൻ പെർഫോം സിമിലർ ഫങ്ഷൻ ആൻഡ് ദേ ഹാവ് എ കോമൺ ഒറിജിൻ. സിമിലർ ഫങ്ഷൻ പെർഫോം ചെയ്യുന്ന ഒരേ ഒറിജിനുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നാം എന്ത് പറയുന്നത്? ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി ചില ആനിമൽസിൽ അവിടെ ടിഷ്യൂസ് മാത്രമേ ഫോം ചെയ്ത് കാണുള്ളൂ. ഒരു ആനിമൽ ബോഡിയിൽ അവിടെ ടിഷ്യൂ ലെവൽ മാത്രമേ ഉള്ളൂവെങ്കിൽ അപ്പോൾ നാം പറയും അത് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണെന്ന്. ഇനി ചിലപ്പോൾ എങ്ങനെയാണ്? ഈ ടിഷ്യൂസ് കൂടിച്ചേർന്ന് അവിടെ ഓർഗൻസ് ഫോം ചെയ്ത് കാണും. ഓർഗൻസ് ഫോം ചെയ്താൽ നാം പറയും അതിന് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ നമുക്കിവിടെ പറയുവാൻ സാധിക്കും ടിഷ്യൂസ് കൂടിച്ചേർന്നാണ് ഓർഗൻസ് ഫോം ചെയ്യുന്നത്. ഒരു ഓർഗൻ എന്ന് പറയുമ്പോൾ അവിടെ ടിഷ്യൂസിന്റെ ഒരു ഗ്രൂപ്പാണ്. എ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് വിച്ച് പെർഫോം എ സിംഗിൾ ഫങ്ഷൻ. ഒരൊറ്റ ധർമ്മം ചെയ്യുന്ന ടിഷ്യൂസിന്റെ ഒരു ഗ്രൂപ്പിനെയാണ് നാം അവിടെ പറയുന്നത് ഓർഗൻ എന്ന്. അപ്പോൾ ടിഷ്യൂസ് കൂടിച്ചേർന്നാണ് ഓർഗൻ ഫോം ചെയ്യുക. ഹാർട്ട്, ലങ്സ്, കിഡ്നി, സ്റ്റൊമക് ഇതെല്ലാം ഓർഗൻസിന് എക്സാമ്പിൾ ആണ്. ചില ആനിമൽ ഗ്രൂപ്പ്സിൽ അവിടെ ഓർഗൻസ് ഡെവലപ്പ് ചെയ്ത് കാണും. ഹയർ ആനിമൽ ഗ്രൂപ്പ്സിൽ തീർച്ചയായും അവിടെ ഓർഗൻസ് ഉണ്ടായിരിക്കും. എന്നാൽ അതേസമയം അവിടെ ഓർഗൻ സിസ്റ്റംസും ഡെവലപ്പ് ചെയ്ത് കാണും. ഫോർ എക്സാമ്പിൾ, ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് വി ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗൻ സിസ്റ്റംസ്. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗൻ സിസ്റ്റംസ് ആണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഡിഫറെന്റ് ഓർഗൻ സിസ്റ്റംസ് ആണ്. ഓർഗൻസ് കൂടിച്ചേർന്ന് കോർഡിനേറ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പ്രോസസ് അവിടെ കണ്ടക്ട് ചെയ്യുമ്പോഴാണ് നാം അതിനെ പറയുക ഓർഗൻ സിസ്റ്റം എന്ന്. അപ്പോൾ ഹയർ ആനിമൽ ഗ്രൂപ്പ്സിൽ അവിടെ ഓർഗൻ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ അനുസരിച്ച് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കണ്ടുവരുന്നത് ഫൈലം പോരിഫറ എന്ന ഗ്രൂപ്പിലാണ്. ഫൈലം പോരിഫറ ഈസ് ഹാവിംഗ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സ്പോഞ്ചസ് വരുന്ന ഗ്രൂപ്പാണ് ഇത്. ഇനി ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ടിഷ്യൂസ് ഫോം ചെയ്തിരിക്കുന്നത് നിഡേറിയ, ട്വിനോഫോറ എന്ന ഗ്രൂപ്പ്സിലാണ്. അവയ്ക്ക് ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ വരെ ഉള്ളൂ. അവർക്ക് അവിടെ ഓർഗൻസ് ഫോം ചെയ്തിട്ടില്ല. എന്നാൽ ഓർഗൻ ലെവൽ ഓർഗനൈസേഷൻ നമുക്ക് കണ്ടുവരുന്നത് പ്ലാറ്റിഹെൽമിന്തസ് മുതൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ ഹയർ ഫൈലയിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇനി ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അത് കണ്ടുവരുന്നത് ഫ്രം ആഷെൽമിന്തസ് ടു കോർഡേറ്റ. ആഷെൽമിന്തസ് എന്ന ആ ഫൈലം മുതൽ കോർഡേറ്റ വരെയുള്ള എല്ലാ ഹയർ ഫൈലയിലും നമുക്ക് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കണ്ടുവരുന്നു. ചില ഫ്ലാറ്റ് വോംസ് അഥവാ ചില പ്ലാറ്റിഹെൽമിന്തസ് ഗ്രൂപ്പിലും ഓർഗൻ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാ ഫ്ലാറ്റ് വോംസിലും ഓർഗൻ സിസ്റ്റംസ് കാണുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഓർഗൻ ലെവൽ ഓർഗനൈസേഷൻ ഫ്രം പ്ലാറ്റിഹെൽമിന്തസ് എന്ന് കൊടുത്തത്. ഓക്കെ, അതേസമയം ഓർഗൻ സിസ്റ്റം ഫ്രം ആഷെൽമിന്തസ് എന്നിവിടെ സ്പെസിഫൈ ചെയ്യാൻ കാരണം ആഷെൽമിന്തസ് ഗ്രൂപ്പ് മുതലാണ് എല്ലാ ജീവജാലങ്ങൾക്കും, ആ ഫൈലത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഓർഗൻ സിസ്റ്റംസ് കണ്ടുവരുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ: സെല്ലുലാർ ലെവൽ, ടിഷ്യൂ ലെവൽ, ഓർഗൻ ലെവൽ ആൻഡ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇത് ക്ലാസിഫിക്കേഷന്റെ ഒരു അടിസ്ഥാന
ഘടകമായിരുന്നു. ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നതിൽ ഒരു അടിസ്ഥാന ഘടകമായി ഈ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ പരിഗണിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ ഓർഗൻ സിസ്റ്റംസ് നമ്മൾ പറയുമ്പോൾ അവയെ തന്നെ വീണ്ടും നമ്മൾ പരിഗണിക്കേണ്ടതായിട്ട് വരും. ഡൈജസ്റ്റീവ് സിസ്റ്റം നാം പരിഗണിക്കുമ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നെ രണ്ട് രീതിയിലുണ്ട്. അതായത് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ഗട്ട് അഥവാ അലിമെന്ററി കനാലിന് ഒരേ ഒരു ഓപ്പണിംഗ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. So when there is only one opening for the alimentary canal, that is called incomplete digestive system. When there are two openings for the alimentary canal, gut or alimentary canal, അതിന് രണ്ട് ഓപ്പണിംഗ്സ് ഉണ്ടെങ്കിൽ, അതായത് മൗത്ത് ഓപ്പണിംഗും ആനൽ ഓപ്പണിംഗ് അഥവാ ആനസ് എന്ന ഓപ്പണിംഗും കൂടി ഉണ്ടെങ്കിൽ അപ്പോൾ നാം പറയും അതിനെ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന്. ഓക്കെ, സോ ലോവർ ആയിട്ടുള്ള ആനിമൽ ഗ്രൂപ്പ്സിലാണ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം വരുന്നത്. For example, Cnidaria, Ctenophora, Platyhelminthes. These three groups are having incomplete digestive system. Whereas from Aschelminthes to higher phyla, they are all having a complete digestive system. Aschelminthes മുതൽ higher phyla അവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് കണ്ടുവരുന്നത്. കൂടുതൽ പഠിക്കുവാനായി നമുക്ക് ചിത്രങ്ങളിലേക്ക് കടക്കാം. നോക്കൂ, ഇവിടെ ഈ ഇൻകംപ്ലീറ്റ് അഥവാ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ബേസ് ചെയ്ത് രണ്ട് വ്യത്യസ്തമായ ബോഡി പ്ലാൻസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഒന്ന് ബ്ലൈൻഡ് സാക്ക് ബോഡി പ്ലാൻ, മറ്റൊന്ന് ട്യൂബ് വിത്തിൻ എ ട്യൂബ് ബോഡി പ്ലാൻ. കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉള്ളവർക്കാണ് ട്യൂബ് വിത്തിൻ എ ട്യൂബ് ബോഡി പ്ലാൻ വരുന്നത്. ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണെങ്കിൽ അത് ഒരു ബ്ലൈൻഡ് സാക്ക് ബോഡി പ്ലാൻ എന്നും അറിയപ്പെടുന്നു. അതായത് ഇവിടെ നോക്കൂ, ഇവിടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അഥവാ അവിടെ ആ ഒരു ഗട്ട് എന്ന് പറയുമ്പോൾ അവിടെ അതിന് ഒരൊറ്റ ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ കാണുവാൻ സാധിക്കും, എ സിംഗിൾ ഓപ്പണിംഗ് ഈസ് ലീഡിങ് ടു ദ ഗട്ട്, ഓൺലി വൺ ഓപ്പണിംഗ്. അതുകൊണ്ട് ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ പോലെയാണ് അവിടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ബ്ലൈൻഡ് സാക്ക് ബോഡി പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം ആണെങ്കിൽ ദർ ഈസ് ഓൺലി വൺ ഓപ്പണിംഗ് ഫോർ ദ ഗട്ട് ആൻഡ് that will be a blind sac body plan. Whereas a complete digestive system, ഒരു complete digestive system ആണെങ്കിൽ അവിടെ രണ്ട് ഓപ്പണിംഗ്സ് ഉണ്ടായിരിക്കും. അതായത് ഫുഡ് മെറ്റീരിയൽസ് എല്ലാം എൻ്റർ ചെയ്യുന്നത് മൗത്ത് എന്ന ഓപ്പണിംഗ് വഴിക്കാണെങ്കിൽ വേസ്റ്റ് എക്സിറ്റ് ചെയ്യുന്നത് അവിടെ മറ്റൊരു ആനൽ ഓപ്പണിംഗ് വഴിക്കായിരിക്കും. അപ്പോൾ രണ്ട് ഓപ്പണിംഗ്സ് ഉണ്ടെന്ന് കരുതുക. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് രണ്ട് ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അഥവാ അലിമെന്ററി കനാലിന് രണ്ട് ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അതാണ് ട്യൂബ് വിത്തിൻ എ ട്യൂബ് ബോഡി പ്ലാൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഓപ്പണിംഗ് ഫുഡ് എൻ്റർ ചെയ്യുന്നത് മൗത്ത് ഓപ്പണിംഗ് വഴിയാണെങ്കിൽ എക്സിറ്റ് ചെയ്യുന്നത് വേസ്റ്റ് എല്ലാം എക്സിറ്റ് ചെയ്യുന്നത് ആനൽ ഓപ്പണിംഗ് വഴിക്കായിരിക്കും. അപ്പോൾ ഇതാണ് ട്യൂബ് വിത്തിൻ എ ട്യൂബ് ബോഡി പ്ലാൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇതിനെ ട്യൂബ് വിത്തിൻ എ ട്യൂബ് എന്ന് പറയുന്നത്? കാരണം ബോഡി വാളിനെ ഒരു ട്യൂബായും അതിനകത്തുള്ള അലിമെന്ററി കനാലിനെ മറ്റൊരു ട്യൂബായും ഇവിടെ പരിഗണിക്കുന്നു. അതുകൊണ്ടാണ് ഒരു ട്യൂബിനകത്ത് മറ്റൊരു ട്യൂബ് എന്ന അർത്ഥത്തിലാണ് ഇതിനെ ട്യൂബ് വിത്തിൻ എ ട്യൂബ് ബോഡി പ്ലാൻ എന്ന് പറയുന്നത്. നമുക്ക് ചിത്രങ്ങളിലേക്ക് കടക്കാം. നോക്കൂ, ഇവിടെ ഹൈഡ്രയും ഒരു റൗണ്ട് വേമിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഹൈഡ്രയ്ക്ക് ഒരു ബ്ലൈൻഡ് സാക്ക് ബോഡി പ്ലാൻ ആണെങ്കിൽ റൗണ്ട് വേമിനുള്ളത് ഒരു ട്യൂബ് വിത്തിൻ എ ട്യൂബ് ബോഡി പ്ലാൻ ആണ്. റൗണ്ട് വേംസ് എല്ലാം വരുന്നത് ആഷെൽമിന്തസ് എന്ന ഗ്രൂപ്പിലാണ്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, there is only one opening for this gut for hydra. ഹൈഡ്രയിൽ ആ ഒരു ഗട്ടിന് ഒരേ ഒരു ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ ഒരു ഓപ്പണിങ്ങിലൂടെയാണ് അവിടെ ഫുഡും അതുപോലെ ന്യൂട്രിയൻസും വാട്ടർ ഇതെല്ലാം എൻ്റർ ചെയ്യുന്നത് ഒരൊറ്റ ഓപ്പണിംഗ് വഴിക്കാണ്. വേസ്റ്റ് എക്സിറ്റ് ചെയ്യുന്നതും അതേ ഓപ്പണിംഗ് വഴിക്ക് തന്നെയാണ്. മൗത്ത് ഓപ്പണിംഗ് മാത്രമേ ഇവിടെ ഉള്ളൂ. ബട്ട് ഹിയർ യു ക്യാൻ സീ ടു ഓപ്പണിംഗ്സ്, മൗത്ത് ആൻഡ് ആനസ്. ഇൻ ദ കേസ് ഓഫ് റൗണ്ട് വേം, റൗണ്ട് വേമിൽ അവിടെ മൗത്ത് ഓപ്പണിംഗ് ഉണ്ടാവും, അതേസമയം ആനൽ ഓപ്പണിംഗ് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് രണ്ട് ഓപ്പണിംഗ്സ് ഉണ്ടെങ്കിൽ അതാണ് ട്യൂബ് വിത്തിൻ എ ട്യൂബ് ബോഡി പ്ലാൻ. അപ്പോൾ ഇത് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇതാകട്ടെ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, സർക്കുലേറ്ററി സിസ്റ്റത്തെ കുറിച്ച് നമുക്കിനി കൂടുതലായിട്ട് മനസ്സിലാക്കാം. സർക്കുലേറ്ററി സിസ്റ്റവും ഇതുപോലെ തന്നെ രണ്ട് രീതിയിൽ കണ്ടുവരുന്നു. ആനിമൽസിലെ സർക്കുലേറ്ററി സിസ്റ്റം ഉള്ളവർക്ക് അവിടെ രണ്ട് രീതിയിൽ അവിടെ സർക്കുലേറ്ററി സിസ്റ്റത്തെ നമുക്ക് പരിഗണിക്കാം. ഒന്ന് ഓപ്പൺ ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം, മറ്റൊന്ന്
ക്ലോസ്ഡ് ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഓപ്പൺ ടൈപ്പും ക്ലോസ്ഡ് ടൈപ്പും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? എങ്ങനെയാണ് ഇത്തരത്തിൽ നാം ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. Here in open circulatory system, blood is pumped out of the heart and the cells and tissues are directly bathed in it. എല്ലാ ടിഷ്യൂസും എല്ലാ സെൽസും ഈ ബോഡി ഫ്ലൂയിഡ് അഥവാ ബ്ലഡിൽ ബേത്ത് ചെയ്ത് കിടക്കുകയാണ്. അത്തരത്തിൽ അവിടെ മറ്റു രീതിയിലുള്ള ബ്ലഡ് വെസൽസ് ഒന്നും ഇല്ല എങ്കിൽ അതിനെയാണ് പറയാ ഓപ്പൺ ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയാം. അവിടെ കാപ്പിലറീസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതായത് ബോഡി ഫ്ലൂയിഡിലാണ് ആ ജീവിയുടെ എല്ലാ സെൽസും ടിഷ്യൂസും ബേത്ത് ചെയ്ത് കിടക്കുന്നത്. അത്തരത്തിലുള്ള ഓപ്പൺ ചാനൽസ് വഴിയാണ് ബ്ലഡ് പമ്പ് ചെയ്യപ്പെടുന്നതെങ്കിൽ അതിനെയാണ് പറയുക ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. ഇത് കണ്ടുവരുന്നത് ഏതെല്ലാം ആനിമൽ ഗ്രൂപ്പ്സിലാണ്? ദിസ് ഈസ് ആപ്ലിക്കബിൾ ഫോർ ഓൾ ആർത്രോപോഡ്സ്. എല്ലാ ആർത്രോപോഡുകൾക്കും ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റമാണ്. അതുപോലെ തന്നെ നോൺ സെഫലോപോഡ് മൊളസ്ക് എന്ന് പറഞ്ഞാൽ മൊളസ്ക ഗ്രൂപ്പിലെ സെഫലോപോഡ എന്ന ക്ലാസ് ഒഴികെയുള്ളവർക്ക് അവർക്ക് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റമാണ്. ഇനി ഹെമികോഡേറ്റ നിങ്ങൾ പഠിക്കുന്ന ഒരു ഫൈലമാണ്. അതുപോലെ ട്യൂണിക്കേറ്റ അതൊരു സബ് ഫൈലമാണ് ട്യൂണിക്കേറ്റ. ഓക്കെ, അപ്പോൾ ഇവിടെയെല്ലാം ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റമാണ് കണ്ടുവരുന്നത് എന്ന കാര്യം തിരിച്ചറിയുക. ഇനി എന്താണ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഈസ് സർക്കുലേറ്റഡ് ത്രൂ എ സീരീസ് ഓഫ് ബ്ലഡ് വെസൽസ്. Blood will be circulated through a series of blood vessels of varying diameter. ഡയമീറ്ററിലെ വ്യത്യാസമുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസിലൂടെയാണ് ബ്ലഡ് പമ്പ് ചെയ്യപ്പെടുന്നതെങ്കിൽ, ബ്ലഡ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ അതിനെയാണ് പറയുക ക്ലോസ്ഡ് ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന്. അപ്പോൾ അതാണ് ക്ലോസ്ഡ് ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. ദിസ് ഈസ് ആപ്ലിക്കബിൾ ഫോർ അന്നലിഡ ആൻഡ് അതർ വെർട്ടിബ്രേറ്റ്സ്. അന്നലിഡ്സിലും വെർട്ടിബ്രേറ്റ്സിലുമാണ് സാധാരണയായി ഇത്തരത്തിലുള്ള ക്ലോസ്ഡ് ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം കണ്ടുവരുന്നത്. ഓക്കെ, നമുക്കിതിനെ ചിത്രത്തിലേക്ക് നമുക്ക് കടക്കാം. ഇതാ ഇവിടെ നോക്കൂ, ഓപ്പൺ ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു ഗ്രാസ് ഓപ്പർ ആണ്. അപ്പോൾ ഈ ഗ്രാസ് ഓപ്പറിൽ അതിൻ്റെ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാസ് ഓപ്പറിലെ ബ്ലഡ് ബോഡി ഫ്ലൂയിഡിനെ പറയുക ഹീമോലിംഫ് എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഹീമോലിംഫ് ഈസ് ഫ്ലോയിങ് ത്രൂ സൈനസസ്. ഡിഫറൻ്റ് ആയിട്ടുള്ള സൈനസസിലൂടെയാണ് ബോഡി ഫ്ലൂയിഡ് അഥവാ ഹീമോലിംഫ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സറൗണ്ടിങ് ഓർഗൻസിനെയും ബേത്ത് ചെയ്തുകൊണ്ട് ഹീമോലിംഫ് സൈനസസ് വഴിക്കാണ് അവിടെ ഫ്ലോ ചെയ്യുന്നത്. അവിടെ ബ്ലഡ് വെസൽസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല ഗ്രാസ് ഓപ്പറിൽ. അപ്പോൾ അതൊരു ഓപ്പൺ ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. ഇനി ക്ലോസ്ഡ് ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം കണ്ടുവരുന്നതിന് ഒരു എക്സാമ്പിളായി ഇവിടെ കാണിച്ചിരിക്കുന്നത് എർത്ത്വർമാണ്. അപ്പോൾ ഇവിടെ എർത്ത്വർമിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അവിടെ ബ്ലഡ് വെസൽസ് ഉണ്ട് അല്ലേ? അവിടെ വ്യക്തമായ ബ്ലഡ് വെസൽസിലൂടെയാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ബ്ലഡ് വെസൽസിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. വ്യക്തമായി ബ്ലഡ് വെസൽസിലൂടെയാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അതാണ് ക്ലോസ്ഡ് ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. അപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റം ക്യാൻ ബി ഓഫ് ഓപ്പൺ ടൈപ്പ് ഓർ ക്ലോസ്ഡ് ടൈപ്പ്. രണ്ട് തരത്തിലുള്ള സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ടെന്ന കാര്യം അറിഞ്ഞിരിക്കുക. അടുത്തതായി നാം പഠിക്കാൻ പോകുന്നത് സിമെട്രിയെ കുറിച്ചാണ്. എന്താണ് സിമെട്രി എന്ന് പറഞ്ഞാൽ? അതായത് ഒരു ഓർഗാനിസത്തിന്റെ ബോഡി പാർട്സ് എപ്രകാരമാണ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ഈ സിമെട്രി എന്ന് പറഞ്ഞാൽ. അതായത് ഓർഗാനിസത്തെ നാം കട്ട് ചെയ്യുമ്പോൾ, ഏതെങ്കിലും ഒരു പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ഹാഫ്സ് കിട്ടുവാണെങ്കിൽ നാം അതിനെ പറയും, അതായത് ഐഡന്റിക്കൽ ഹാഫ്സ് കിട്ടുവാണെങ്കിൽ നാം അതിനെ പറയും സിമെട്രി ഉണ്ടെന്ന്. അപ്പോൾ സിമെട്രി എന്ന് പറഞ്ഞാൽ ദ വേ ഇൻ വിച്ച് ബോഡി പാർട്സ് ആർ ഓറിയന്റഡ് ഇൻ ആൻ ഓർഗാനിസം. ആനിമൽസ് ഈ സിമെട്രിക്ക് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് ആനിമൽസിനെ സിമെട്രിക്ക് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നത്? 3 തരത്തിലാണ് സിമെട്രിക്ക് അനുസരിച്ച് ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് സം ആനിമൽസ് ആർ എസിമെട്രിക്കൽ, സം ആർ റേഡിയലി സിമെട്രിക്കൽ, സം ആർ ബൈലാറ്ററലി സിമെട്രിക്കൽ. അപ്പോൾ 3 തരത്തിലുള്ള സിമെട്രിയാണുള്ളത് എന്ന് പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ്? എസിമെട്രി, റേഡിയൽ സിമെട്രി, ബൈലാറ്ററൽ സിമെട്രി. ഇവിടെ എസിമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഇതാ ഇവിടെ സ്പോഞ്ചസ് പരിഗണിച്ചാൽ, when you consider sponges, you cannot divide the body of the sponge into identical halves. ഇവിടെ ഈ സ്പോഞ്ച് ബോഡിയെ നമുക്ക് ഐഡന്റിക്കൽ ഹാഫ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല.
എങ്ങനെ കട്ട് ചെയ്താലും നമുക്ക് ഐഡന്റിക്കൽ ഹാഫ് അവിടെ ഒരിക്കലും കിട്ടുന്നില്ല. അപ്പോൾ ഐഡന്റിക്കൽ ഹാഫ് കിട്ടുവാണെങ്കിലാണ് നാം പറയാ അവിടെ സിമെട്രി ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെ എന്തില്ല? സിമെട്രി ഇല്ല. സ്പോഞ്ചസ് അഥവാ ഫൈലം പോരിഫറ എന്ന ഗ്രൂപ്പിൽ അവിടെ സിമെട്രി ഇല്ല. അപ്പോൾ സിമെട്രി ഇല്ലെങ്കിൽ നാം പറയുന്ന പേരാണ് എസിമെട്രിക്കൽ. അപ്പോൾ സ്പോഞ്ചസ് ആർ asymmetrical. In the case of sponges, there is no symmetry. So any plane that passes through the center does not divide them into equal halves. Any plane passing through the center, സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും ഈക്വൽ ഹാവ്സ് അവിടെ കിട്ടുന്നില്ല. അപ്പോൾ ഈക്വൽ ഹാവ്സ് അല്ലെങ്കിൽ ഐഡന്റിക്കൽ ഹാവ്സ് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പോഴാണ് നാം അതിനെ പറയാം എസിമെട്രി എന്ന്. അപ്പോൾ സ്പോഞ്ചസ് ആർ asymmetrical. All sponges are asymmetrical. ഇനി അടുത്ത ഒരു സിമെട്രിയിലേക്ക് നാം കടക്കുന്നു. അടുത്തതായി റേഡിയൽ സിമെട്രി ആണ്. നോക്കൂ, എന്താണ് റേഡിയൽ സിമെട്രി എന്ന് നമുക്ക് നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഹൈഡ്ര, സ്റ്റാർ ഫിഷ്, ഈ രണ്ട് ഓർഗാനിസത്തെ ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും സെൻട്രൽ കൂടെ പാസ് ചെയ്യുന്ന ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും ഇവിടെ ഐഡന്റിക്കൽ ഹാവ്സ് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നു. ഇപ്പോൾ ഹൈഡ്രയെ സംബന്ധിച്ച് പറയുമ്പോഴും അതുപോലെ തന്നെ സ്റ്റാർ ഫിഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും സെൻട്രൽ കൂടെ പാസ് ചെയ്യുന്ന ഏത് പ്ലെയിനിലൂടെ കട്ട് ചെയ്താലും ഐഡന്റിക്കൽ ഹാവ്സ് നമുക്ക് അവിടെ കിട്ടുന്നു. ശരിയല്ലേ? ഇവിടെ വ്യത്യസ്തമായ പ്ലെയിൻസ് അവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഹൈഡ്രയെ സംബന്ധിച്ചും അങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വെൻ യു കൺസിഡർ എനി പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെന്റർ, the body of the organism can be divided into identical halves. ഏത് പ്ലെയിനിൽ കൂടെ സെൻട്രലിൽ കൂടെ പാസ് ചെയ്യുന്ന ഏത് പ്ലെയിനിലൂടെ കട്ട് ചെയ്താലും ഐഡന്റിക്കൽ ഹാവ്സ് കിട്ടുവാണെങ്കിൽ അപ്പോൾ നാം അവിടെ പറയും അവയ്ക്ക് റേഡിയൽ സിമെട്രി ഉണ്ടെന്ന്. അതായത് ഏത് റേഡിയൽ പ്ലെയിനിലൂടെ കട്ട് ചെയ്താലും ഐഡന്റിക്കൽ ഹാവ്സ് അവിടെ ലഭിക്കുന്നു. അതാണ് റേഡിയൽ സിമെട്രി. നമുക്കിതിന്റെ ഡെഫിനിഷനിലേക്ക് നമുക്കൊന്ന് കടക്കാം. യെസ്, ഇതാ ഡെഫിനിഷനിലേക്ക് നാം എത്തിച്ചേരുന്നു. റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? എനി പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെൻട്രൽ ആക്സിസ് ഓഫ് ദ ബോഡി ഡിവൈഡ്സ് ദ ഓർഗാനിസം ഇൻടു ഐഡന്റിക്കൽ ഹാവ്സ്. എനി പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെൻട്രൽ ആക്സിസ് ഓഫ് ദ ബോഡി, അതായത് സെൻട്രൽ ആക്സിസിലൂടെ നേർമധ്യത്തിലൂടെ പാസ് ചെയ്യുന്ന ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും ഐഡന്റിക്കൽ ഹാവ്സ് കിട്ടുവാണെങ്കിൽ അതിനെയാണ് പറയാ റേഡിയൽ സിമെട്രി. ഫോർ എക്സാമ്പിൾ നിഡേറിയ. ഇപ്പോൾ ഹൈഡ്രോ വരുന്നത് നിഡേറിയ ഗ്രൂപ്പിലാണ്. അതുപോലെ തൊട്ടടുത്ത ഗ്രൂപ്പാണ് ക്യുനോഫോറ. പിന്നെ സ്റ്റാർ ഫിഷസ് വരുന്ന ഗ്രൂപ്പാണ് എക്കേനോഡെർമേറ്റ. അപ്പോൾ നിഡേറിയ, ക്യുനോഫോറ, എക്കേനോഡെർമേറ്റ, ദീസ് ത്രീ ഗ്രൂപ്പ്സ് ആർ ഹാവിംഗ് റേഡിയൽ സിമെട്രി. അപ്പോൾ ഏത് റേഡിയൽ പ്ലെയിനിലൂടെ കട്ട് ചെയ്താലും ഐഡന്റിക്കൽ ഹാഫ് കിട്ടുമെങ്കിൽ അതാണ് റേഡിയൽ സിമെട്രി. അതായത് any plane passing through the central axis of the body divides the organism into identical halves. That is called radial symmetry. നമുക്ക് അടുത്തതായി ബൈലാറ്ററൽ സിമെട്രി എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. എന്താണ് ബൈലാറ്ററൽ സിമെട്രി? നോക്കൂ സ്ലൈഡിലേക്ക്. ഇവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു ക്രാബ്, അതുപോലെ തന്നെ ഒരു ബട്ടർഫ്ലൈ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഉള്ളത് റേഡിയൽ സിമെട്രി ആണോ? അല്ല. ഒരു സിംഗിൾ പ്ലെയിനിലൂടെ കട്ട് ചെയ്താൽ മാത്രമാണ് ഇവിടെ ഈ ഓർഗാനിസത്തെ ഐഡന്റിക്കൽ ഹാവ്സ് ആയിട്ട് കിട്ടുള്ളൂ. ഇവിടെയും അങ്ങനെ തന്നെയാണ്, ക്രാബിനെ സംബന്ധിച്ചും അങ്ങനെയാണ് അല്ലേ. അതായത് ദ ഓർഗാനിസം ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ഐഡന്റിക്കൽ ഹാവ്സ് ത്രൂ എ സിംഗിൾ മീഡിയൻ ലോങ്ജിറ്റ്യൂഡിനൽ ആക്സിസ്. ലോങ്ജിറ്റ്യൂഡിനൽ ആയിട്ടുള്ള ഒരു ആക്സിസ് വഴി, ലോങ്ജിറ്റ്യൂഡിനൽ ആയിട്ടുള്ള ഒരൊറ്റ ആക്സിസ് വഴി മാത്രം ഇവിടെ ഓർഗാനിസത്തെ ഐഡന്റിക്കൽ ഹാഫ് ആയിട്ട് കട്ട് ചെയ്യാം. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഈ ബട്ടർഫ്ലൈയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും we can divide this organism into identical halves through a single median longitudinal axis. ഇവിടെ നമ്മൾ പറയും ഇവിടെ ഐഡന്റിക്കൽ ആയിട്ടുള്ള റൈറ്റ് ലെഫ്റ്റ് ഹാവ്സ് ഉണ്ടെന്ന്. ഇത്തരത്തിലുള്ള ജീവികളെയാണ് നാം പറയാ ബൈലാറ്ററലി സിമെട്രിക്കൽ. ഹ്യൂമൻ ബീയിങ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ we are also having a bilateral symmetry. We can divide our body into identical right and left half. So that is bilateral symmetry. So most of the higher vertebrates, they are having a bilateral symmetry. നമുക്ക് ഡെഫിനിഷനിലേക്ക് കടക്കാം. എന്താണ് ബൈലാറ്ററൽ സിമെട്രി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? The body can be divided into identical left and right halves in only one plane. ഒരു പ്ലെയിനിൽ കൂടെ മാത്രം ബോഡി ഐഡന്റിക്കൽ ആയിട്ടുള്ള റൈറ്റ് ലെഫ്റ്റ് ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ
അതിനെയാണ് പറയുക ബൈലാറ്ററൽ സിമെട്രി. അന്നലിഡ, ആർത്രോപോഡ ഈ ഗ്രൂപ്പ്സിലെല്ലാം ബൈലാറ്ററൽ സിമെട്രി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ബൈലാറ്ററൽ സിമെട്രി എന്നതിന്റെ ഡെഫിനിഷൻ മറക്കരുത്. എന്താണ്? ദ ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഐഡന്റിക്കൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ്സ് ഇൻ ഓൺലി വൺ പ്ലെയിൻ. ദാറ്റ് ഈസ് കോൾഡ് ബൈലാറ്ററൽ സിമെട്രി. അടുത്തതായി നാം കൂടുതലായി ജേം ലേയേഴ്സിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. എന്താണ് ജേം ലേയേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എംബ്രിയോണിക് ഡെവലപ്മെന്റ് പരിഗണിക്കുമ്പോൾ അവിടെ വരുന്ന ഒരു എംബ്രിയോണിക് സ്ട്രക്ചറിന്റെ പേരാണ് ഗാസ്ട്രുല. എംബ്രിയോണിക് ഡെവലപ്മെന്റ് സമയത്ത് നിങ്ങൾക്കറിയാം സൈഗോട്ട് അത് വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ഒരു ഘട്ടത്തിന്റെ പേരാണ് ഗാസ്ട്രുല. ഗാസ്ട്രുല എന്ന എംബ്രിയോണിക് സ്റ്റേജിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവിടെ ജേം ലേയേഴ്സ് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ഗാസ്ട്രുല എന്ന എംബ്രിയോണിക് സ്റ്റേജിൽ ഫോം ചെയ്തിരിക്കുന്ന ജേം ലേയേഴ്സിനനുസരിച്ചും ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ജേം ലേയേഴ്സിനനുസരിച്ച് രണ്ട് ഓർഗനൈസേഷൻ ഉണ്ട്. ഒന്ന് ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ, മറ്റൊന്ന് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ. എന്താണ് ഈ ജേം ലേയേഴ്സിനനുസരിച്ചുള്ള ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷനും ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷനും എന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ഇതാ ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതില് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇവിടെ രണ്ട് ജേം ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ് ആ രണ്ട് ജേം ലേയേഴ്സ്? ഔട്ടർ ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന ആ ജേം ലെയറിനെ പറയുന്ന പേരാണ് എക്ടോഡേം എന്ന്. ഓക്കെ, സോ ദിസ് ഔട്ടർ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് എക്ടോഡേം. ഇന്നർ ലെയറിനെ പറയുന്ന പേരാണ് എൻഡോഡേം. അപ്പോൾ രണ്ട് ജേം ലേയേഴ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. എക്ടോഡേമും ഉണ്ട്, എൻഡോഡേമും ഉണ്ട്. ഇനി രണ്ടിനും ഇടയിലായിട്ട് ആ റെഡിഷ് കളറിൽ കാണിച്ചിരിക്കുന്നത് അതാണ് മീസോഗ്ലിയ. മീസോഗ്ലിയ ഒരു ജേം ലെയർ അല്ല. മീസോഗ്ലിയ എന്ന് പറയുമ്പോൾ അത് ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് മാത്രമാണ്. ഇവിടെ രണ്ട് ജേം ലേയേഴ്സ് മാത്രമേ കാണുവാൻ സാധിക്കുന്നുള്ളൂ. ഔട്ടർ ആയിട്ടുള്ള എക്ടോഡേമും അതുപോലെ ഇന്നർ ആയിട്ടുള്ള എൻഡോഡേമും. അപ്പോൾ എക്ടോഡേമും എൻഡോഡേമും അങ്ങനെ രണ്ട് ജേം ലേയേഴ്സ് മാത്രമേ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഇന്നർ എൻഡോഡേം ആൻഡ് ഔട്ടർ എക്ടോഡേം. ഇത്തരത്തില് രണ്ട് ജേം ലേയേഴ്സ് മാത്രമേ ഉള്ളൂവെങ്കിൽ അതാണ് ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ. എന്നാൽ മൂന്ന് ജേം ലേയേഴ്സ് ഉണ്ടെന്ന് കരുതുക. when there are 3 germ layers, മൂന്ന് ജേം ലേയേഴ്സ് ഉണ്ടെങ്കിൽ അതാണ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ. ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഔട്ടർ എക്ടോഡേം, ഓക്കെ, ദിസ് ഈസ് എക്ടോഡേം, then there is endoderm and the middle layer is called mesoderm. അപ്പോൾ എക്ടോഡേം, എൻഡോഡേം ആൻഡ് മീസോഡേം, മിഡിൽ ആയിട്ട് മീസോഡേം എന്ന ജേം ലെയറും കൂടിയുണ്ട്. അപ്പോൾ മൂന്ന് ജേം ലേയേഴ്സ് ഉണ്ടെങ്കിൽ അപ്പോഴാണ് നാം അതിനെ പറയുക ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ. സോ when there are 3 germ layers, that is called ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ. ഇവിടെ മൂന്ന് ജേം ലേയേഴ്സ് ഉണ്ട്, കണ്ടോ? ഇത് എക്ടോഡേം, ഇത് എൻഡോഡേം. ഇനി രണ്ടിനും ഇടയിലായിട്ട് എക്ടോഡേമിനും എൻഡോഡേമിനും ഇടയിലായിട്ട് ഈ റെഡിഷ് കളറിൽ അവിടെ മീസോഡേമും കൂടിയുണ്ട്. ഓക്കെ, അപ്പൊ മൂന്ന് ജേം ലേയേഴ്സ് ഉള്ള കണ്ടീഷനാണ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ. യഥാർത്ഥത്തിൽ ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ കണ്ടുവരുന്നത് നിഡേറിയ, ക്റ്റിനോഫോറ എന്ന ഗ്രൂപ്പ്സിലാണെങ്കിൽ പ്ലാറ്റിഹെൽമിന്തസ് ടു ഹയർ ഫൈല they are having a triploblastic organization or they will have 3 germ layers. അവിടെ 3 germ layers ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ വിശദമായി അവിടെ എഴുതിയിരിക്കുന്നു. Animals in which cells are arranged into embryonic layers, external ectoderm and internal endoderm. For example, coelentrates. ഈ coelentrates മറ്റൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചു. There will be a mesoglea. അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ആ ലെയറിനെയാണ് പറയുക എന്ത്? മീസോഗ്ലിയ എന്ന്. അപ്പോൾ ഇത്തരത്തില് ഔട്ടർ എക്ടോഡേമും ഇന്നർ എൻഡോഡേമും ആണെങ്കിൽ രണ്ട് ജേം ലേയേഴ്സ് മാത്രമേ ഉള്ളൂവെങ്കിൽ അതാണ് ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ. എക്സാമ്പിൾ ഏത് ഗ്രൂപ്പാണ്? coelentrates ഓർ നിഡേറിയ അഥവാ coelentrates എന്ന ഗ്രൂപ്പാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇനി ഇങ്ങനെയല്ല, മൂന്ന് ജേം ലേയേഴ്സ് ഉണ്ടെന്ന് കരുതുക. സപ്പോസ് there are 3 germ layers like this. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും മൂന്ന് ജേം ലേയേഴ്സ് ഉണ്ട്, കണ്ടോ? എക്ടോഡേം, എൻഡോഡേം ആൻഡ് ഇൻ ബിറ്റ്വീൻ there is a layer called mesoderm. അപ്പോൾ ഈ രീതിയിൽ മൂന്ന് ജേം ലേയേഴ്സ് ഉണ്ടെങ്കിൽ ഔട്ടർ എക്ടോഡേം, ഇന്നർ എൻഡോഡേം ആൻഡ് മിഡിൽ മീസോഡേം, മൂന്ന് ജേം ലേയേഴ്സ് ഉണ്ടെങ്കിൽ അതാണ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ. ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ കണ്ടുവരുന്നത് ഏത് ഗ്രൂപ്പ് മുതലാണ്? ഫ്രം പ്ലാറ്റിഹെൽമിന്തസ് ടു കോഡേറ്റ്സ്.
പ്ലാറ്റിഹെൽമിന്തസ് മുതൽ ഹയർ ആയിട്ടുള്ള എല്ലാ ഗ്രൂപ്പ്സിലും അവിടെ ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് കണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ആനിമൽസിനെ ഇത്തരത്തിലും നമുക്ക് ക്ലാസിഫൈ ചെയ്യുവാനായിട്ട് സാധിക്കും. അടുത്തതായി നാം പഠിക്കാൻ പോകുന്നത് സീലോമിനെ കുറിച്ചാണ്. എന്താണ് സീലോം എന്ന് പറഞ്ഞാൽ? സീലോം ഈസ് എ ബോഡി ക്യാവിറ്റി. Coelom is actually a body cavity which is lined by mesoderm. Mesoderm എന്ന ജെം ലെയറിനാൽ ലൈൻ ചെയ്യപ്പെട്ട ബോഡി ക്യാവിറ്റിനെയാണ് നാം എന്ത് പറയുക? സീലോം എന്ന് പറയുക. സീലോം is a body cavity which is lined by mesoderm. ഇവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ക്യാവിറ്റി ഇവിടെ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ഈ ക്യാവിറ്റിനെയാണ് നമ്മൾ പറയുന്നത് സീലോം അഥവാ ബോഡി ക്യാവിറ്റി എന്ന്. എന്തുകൊണ്ടാണ് ഇതിനെ സീലോം എന്ന് വിളിച്ചത്? കാരണം ഇറ്റ് ഈസ് ലൈൻഡ് ബൈ മീസോഡേം. ഇവിടെ മീസോഡേം എന്നുള്ളത് വ്യക്തമായി നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ ഒരു വയലറ്റ് കളറിൽ കാണിച്ചിരിക്കുന്ന ആ ജെം ലെയർ, ആ മീസോഡേം എന്ന ജെം ലെയർ ഈ ക്യാവിറ്റിയെ ലൈൻ ചെയ്യുന്നു. ഈ ക്യാവിറ്റിയുടെ ഔട്ടർ ഇന്നർ സർഫസിലെല്ലാം നമുക്കവിടെ മീസോഡേം എന്ന ജെം ലെയർ കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഈ ക്യാവിറ്റിയെ ഒരു ട്രൂ ബോഡി ക്യാവിറ്റി എന്ന അർത്ഥത്തിൽ അവിടെ സീലോം എന്ന് നാം വിളിക്കുന്നത്. ഓക്കെ, നൗ സീലോമിനനുസരിച്ചും ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ആ ത്രീ ഗ്രൂപ്പ്സ്? ത്രീ ഗ്രൂപ്പ്സ് ആർ സീലോമേറ്റ്സ്, സ്യൂഡോസീലോമേറ്റ്സ് ആൻഡ് എസീലോമേറ്റ്സ്. അപ്പോൾ 3 ഗ്രൂപ്പാണ് പ്രധാനമായിട്ടും. അത് പഠിക്കുക. ഏതൊക്കെയാണ് ആ 3 ഗ്രൂപ്പ്സ്? 3 ഗ്രൂപ്പ്സ് ഇതൊക്കെയാണ്: സീലോമേറ്റ്സ്, എസീലോമേറ്റ്സ് ആൻഡ് സ്യൂഡോസീലോമേറ്റ്സ്. ഐ റിപ്പീറ്റ്, സീലോമേറ്റ്സ്, സ്യൂഡോസീലോമേറ്റ്സ് ആൻഡ് എസീലോമേറ്റ്സ്. ഇങ്ങനെ 3 ഗ്രൂപ്പായി സീലോമിനനുസരിച്ച് ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ, നമുക്കിനി ഇത് ഓരോന്നും വിശദമായി പഠിക്കാം. എന്താണ് സീലോമേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ആനിമൽസ് പൊസസിങ് എ സീലോം, ദേ ആർ കോൾഡ് സീലോമേറ്റ്സ്. സീലോം ഉള്ള ആനിമൽസിനെയാണ് നാം പറയുക സീലോമേറ്റ്സ് എന്ന്. ഇവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് മീസോഡേം എന്ന ജെം ലെയറിനാൽ ലൈൻ ചെയ്യപ്പെട്ട ഒരു വ്യക്തമായ ബോഡി ക്യാവിറ്റി ഇവിടെ ഉണ്ട്. സോ ദോസ് ആനിമൽസ് ഹാവിംഗ് എ ട്രൂ ബോഡി ക്യാവിറ്റി വിച്ച് ഈസ് ലൈൻഡ് ബൈ മീസോഡേം. ഇവിടെ മീസോഡേമിനാൽ ലൈൻ ചെയ്യപ്പെട്ട വ്യക്തമായ ഒരു ബോഡി ക്യാവിറ്റി ഉണ്ട്. കണ്ടോ? ഇവിടെ നോക്കൂ, ഗാസ്റ്റുലയുടെ ഒരു സെക്ഷണൽ വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഔട്ടർ എക്ടോഡേം, then there is inner endoderm and in between there is mesoderm. മീസോഡേമിനകത്ത് സ്പ്ലിറ്റ് ചെയ്ത് ഒരു ക്യാവിറ്റി അവിടെ ഫോം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ക്യാവിറ്റിനെയാണ് നാം പറയുന്നത് സീലോം എന്ന്. അപ്പോൾ സീലോം എന്ന ഒരു ക്യാവിറ്റി അവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. മീസോഡേമിനാൽ ലൈൻ ചെയ്യപ്പെട്ട് അവിടെ ഫോം ചെയ്ത് കാണും. ഇത്തരത്തിലുള്ള ഒരു ഗാസ്റ്റുല ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ, അപ്പോൾ നാം അവയെ വിളിക്കുന്ന പേരാണ് സീലോമേറ്റ്സ് എന്ന്. സീലോമേറ്റ്സിന് എക്സാമ്പിൾ ആണ് അന്നലിഡ ടു കോർഡേറ്റ. അന്നലിഡ മുതൽ കോർഡേറ്റ വരെയുള്ള എല്ലാ ഫൈലയും സീലോം ഉള്ളവയാണ്, അല്ലെങ്കിൽ അവയെ നാം സീലോമേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. റൈറ്റ്. ഇനി അടുത്തതായി സീലോമിനനുസരിച്ചുള്ള അടുത്ത ഒരു ഗ്രൂപ്പിനെ നമുക്ക് പരിചയപ്പെടാം. അതിന്റെ പേരാണ് സ്യൂഡോസീലോമേറ്റ്സ്. സ്യൂഡോസീലോമേറ്റ്സിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ മീസോഡേം ഈസ് അറേഞ്ച്ഡ് ഇൻ ടു സം പൗച്ചസ്. മീസോഡേം ചില പൗച്ചസ് ആയിട്ട് രൂപപ്പെട്ടിരിക്കുന്നു. മീസോഡേം ഈസ് സ്കാറ്റേർഡ് ആൻഡ് അറേഞ്ച്ഡ് ഇൻ ടു സം പൗച്ചസ്. ചില പൗച്ചസ് ആയിട്ട് അവിടെ മീസോഡേം രൂപപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ ഒരു ക്യാവിറ്റി ഉണ്ട്. പക്ഷെ ആ ക്യാവിറ്റി മീസോഡേമിനാൽ ലൈൻ ചെയ്യപ്പെട്ട ഒരു ക്യാവിറ്റി അല്ല. മീസോഡേമിനാൽ ലൈൻ ചെയ്യപ്പെട്ട ക്യാവിറ്റി ആയിരുന്നെങ്കിൽ നമുക്കതിനെ സീലോം എന്ന് വിളിക്കാമായിരുന്നു. പക്ഷേ ഇത് മീസോഡേമിനാൽ ലൈൻ ചെയ്യപ്പെട്ട ഒരു ക്യാവിറ്റി അല്ലാത്തതുകൊണ്ട് ഇതിനെ നാം വിളിക്കുന്നത് സ്യൂഡോസീലോം എന്നാണ്. അപ്പോൾ ഇവിടെ സ്യൂഡോസീലോം എന്ന ക്യാവിറ്റി അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഹിയർ മീസോഡേം ഈസ് പ്രസന്റ് ആസ് സ്കാറ്റേർഡ് പൗച്ചസ്. Mesoderm is present as scattered pouches in between the ectoderm and endoderm. Ectoderminum endoderminum ഇടയിലായിട്ട്, ഇത് എക്ടോഡേം, ഇത് എൻഡോഡേം ആണ്. ഈ എക്ടോഡേമിനും എൻഡോഡേമിനും ഇടയിലായിട്ട് സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ട് അവിടെ മീസോഡേം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഫോം ചെയ്ത ക്യാവിറ്റി ഒരു ട്രൂ ബോഡി ക്യാവിറ്റി ആണോ? അല്ല. We can only call it as pseudocoelom. Pseudocoelom or false coelom. Pseudocoelom എന്ന് പറയുന്നത് ഒരു false coelom ആണ്. ഈ false coelom കണ്ടുവരുന്നത് ഏതെല്ലാം ആനിമൽ ഗ്രൂപ്പ്സിലാണ്? It is found in Aschelminthus group. അവ ആനിമൽസിനെ നമുക്ക് സ്യൂഡോസീലോമേറ്റ്സ് എന്ന് വിളിക്കാം. ഈ തരത്തിൽ സ്യൂഡോസീലോം കണ്ടുവരുന്നത് ആഷെൽമിന്തസ് എന്ന ഗ്രൂപ്പിലാണ്, റൗണ്ടോംസിലാണ്.
റൗണ്ട് വേംസ് എന്ന ആ ഫൈലത്തിലാണ് നമുക്ക് സ്യൂഡോസീലോം കണ്ടുവരുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ സീലോം എന്താണെന്ന് മനസ്സിലായി, സ്യൂഡോസീലോം എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്തതായി നാം പഠിക്കാൻ പോകുന്നത് എസീലോമേറ്റ്സിനെ കുറിച്ചാണ്. ഈ എസീലോമേറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ സീലോം ആബ്സെന്റ് എന്നാണ് അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. സീലോം ഈസ് ആബ്സെന്റ്. മീസോഡേം എന്ന ജേം ലെയർ പൊസസ് ചെയ്തിട്ടുകൂടി അവിടെ മീസോഡേം ഉണ്ടായിട്ടുകൂടി അവിടെ സീലോം അവിടെ ഫോം ചെയ്യുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, ഇവിടെ എക്ടോഡേം, എൻഡോഡേം ആൻഡ് ഇൻ ബിറ്റ്വീൻ ദർ ഈസ് മീസോഡേം. എക്ടോഡേമും എൻഡോഡേമും ഇൻ ബിറ്റ്വീൻ ആയിട്ട് അവിടെ മീസോഡേം ഉണ്ട്. പക്ഷെ മീസോഡേം ഒരു കാവിറ്റി അവിടെ ഫോം ചെയ്യുന്നില്ല. സോ ആനിമൽസ് ഇൻ വിച്ച് ദ ബോഡി കാവിറ്റി ഈസ് ആബ്സെന്റ്, ആനിമൽസ് ഇൻ വിച്ച് എ ട്രൂ ബോഡി കാവിറ്റി ഓർ സീലോം ഈസ് absent, they are called acoelomates and the name of the phylum, ഫൈലത്തിന്റെ പേരെന്താണ്? പ്ലാറ്റിഹെൽമിന്തസ്. ഈ ഫൈലത്തെ നമ്മൾ പറയുന്ന പേരാണ് പ്ലാറ്റിഹെൽമിന്തസ്. അപ്പോൾ ഇത്തരത്തിൽ ആനിമൽസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു സീലോം. സീലോമിനനുസരിച്ച് ഈ രീതിയിലാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണ്? സീലോമേറ്റ്സ്, സ്യൂഡോസീലോമേറ്റ്സ് ആൻഡ് എസീലോമേറ്റ്സ്. ഇവിടെ വീണ്ടും ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും, ഇവിടെ എർത്ത്വോമാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ എർത്ത്വോം ഒരു സെക്ഷണൽ വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ ഒരു സീലോം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. കാരണം എർത്ത്വോം ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ ഫൈലം അന്നലിഡ. അന്നലിഡ എന്ന ഫൈലത്തിൽ വരുന്നതായതുകൊണ്ട് അവിടെ ഒരു ട്രൂ ബോഡി കാവിറ്റി അവിടെ കാണുവാനായിട്ട് സാധിക്കും. നോക്കൂ, ഇത് റൗണ്ട് വേം ആണ്, ആഷെൽമിന്തസ് ഗ്രൂപ്പിലുള്ളതാണ്. ഈ റൗണ്ട് വേം കട്ട് ചെയ്താൽ അവിടെ സ്യൂഡോസീലോമാണ് നമുക്ക് കാണുവാൻ സാധിക്കാം. ഐ റിപ്പീറ്റ്, മീസോഡേം ഈസ് അറേഞ്ച്ഡ് ഇൻ സ്കാറ്റേർഡ് പൗച്ചസ് ആൻഡ് ദാറ്റ് റിസൾട്ട് ഇൻ സ്യൂഡോസീലോം. ഇനി ഇതൊരു ഫ്ലാറ്റ് വേം ആണ്, പ്ലനേറിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫ്ലാറ്റ് വേം കട്ട് ചെയ്താലോ നമുക്ക് സീലോം കാണുവാൻ സാധിക്കുമോ? ഇല്ല. അവിടെ കാണുവാൻ സാധിക്കുക എസീലോമിക് കണ്ടീഷൻ ആണ്. സീലോം ഈസ് ആബ്സെന്റ്. സോ ബോഡി കാവിറ്റി ഈസ് ആബ്സെന്റ് ഹിയർ. ഓക്കെ. So animals, they are classified according to the coelom into three groups: coelomates, pseudocoelomates and acoelomates. ഈ രീതിയിൽ സീലോമിനനുസരിച്ച് ആനിമൽ ഗ്രൂപ്പ്സിനെ നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തതായി നാം പഠിക്കാൻ പോകുന്നത് സെഗ്മെന്റേഷനെ കുറിച്ചാണ്. എന്താണ് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ when body is divided externally as well as internally into segments. അതായത് സെഗ്മെന്റുകളായി ബോഡി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. എക്സ്റ്റേണലി മാത്രമല്ല, ഇന്റേണലിയും ഇത്തരത്തിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, മാത്രമല്ല അവിടെ ഓരോ സെഗ്മെന്റിലും ഓർഗൻസ് റിപ്പീറ്റ് ചെയ്ത് കാണുകയും ചെയ്യുകയാണെങ്കിൽ അപ്പോഴാണ് നാം അതിനെ പറയുക ഒരു ട്രൂ സെഗ്മെന്റേഷൻ എന്ന്. ചില ആനിമൽസിൽ എക്സ്റ്റേണൽ സെഗ്മെന്റേഷൻ മാത്രമേ കാണുള്ളൂ. പക്ഷെ ട്രൂ സെഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് body divided not only externally but also internally. എക്സ്റ്റേണലി മാത്രമല്ല, ഇന്റേണലിയും ബോഡി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. മാത്രമല്ല, there is a serial repetition of at least some organs. ഏറെക്കുറെ ചില ഓർഗൻസ് എങ്കിലും അവിടെ സീരിയൽ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസത്തെയാണ് പറയുക ട്രൂ സെഗ്മെന്റേഷൻ അഥവാ മെറ്റാമറിസം എന്ന് പറയും. A true segmentation is also called metamerism. So this phenomena is called metamerism. Earthworm ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്. എർത്ത്വോമിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഒരു മെറ്റാമറിക് സെഗ്മെന്റേഷൻ നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് ബോഡി ഈസ് ഡിവൈഡഡ് നോട്ട് ഓൺലി എക്സ്റ്റേണലി ബട്ട് ഓൾസോ ഇന്റേണലി ആൻഡ് there is serial repetition of at least some organs. എല്ലാ ഓർഗൻസിന്റെയും അല്ലെങ്കിലും ഏറെക്കുറെ മിക്ക ഓർഗൻസും ഇതുപോലെ സീരിയൽ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ ട്രൂ സെഗ്മെന്റേഷൻ പൊസസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ മെറ്റാമറിസം ഉള്ളവർക്ക് ഇത്തരത്തിൽ ഓരോ സെഗ്മെന്റിലും ഓർഗൻസ് റിപ്പീറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. എർത്ത്വോമിന്റെ ഓരോ സെഗ്മെന്റിലും നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത് നെഫ്രീഡിയാണ്. അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻസ് ആണ് നെഫ്രീഡിയ. അപ്പോൾ നെഫ്രീഡിയോപോർസും അതുപോലെ നെഫ്രീഡിയ ഇവിടെ ഓരോ സെഗ്മെന്റിലും സീരിയൽ ആയിട്ട് റിപ്പീറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇത്തരത്തില് മോസ്റ്റ് ഓഫ് ദ ഓർഗൻസ് ആർ സീരിയലി റിപ്പീറ്റഡ് ഇൻ ഓൾ ദ സെഗ്മെന്റ്സ്. അതാണ് എർത്ത്വോമിന്റെ സെഗ്മെന്റേഷൻ. അതുകൊണ്ട് തന്നെയാണ് എർത്ത്വോമിൽ ഒരു ട്രൂ സെഗ്മെന്റേഷൻ ഉണ്ട് എന്ന് നാം പറയുന്നത്. ഇവിടെ നോക്കൂ, എർത്ത്വോം ബോഡി ഈസ് ഹാവിംഗ് അറൌണ്ട് 120 സെഗ്മെന്റ്സ്.
120ഓളം സെഗ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു ട്രൂ സെഗ്മെന്റേഷൻ ഉണ്ട് ഇത്തരത്തിൽ ഈ പർട്ടിക്കുലർ ആനിമലിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആനിമൽ കിങ്ഡം നാം ഒബ്സർവ് ചെയ്യുമ്പോൾ ചില ആനിമൽസ് ബോഡി ഇതുപോലെ സെഗ്മെന്റഡ് ആണ്, മറ്റു ചിലവയിൽ ഇതുപോലെ സെഗ്മെന്റേഷൻ കാണുവാൻ സാധിക്കില്ല. ആർത്രോപോഡ, അന്നലിഡ, I repeat, Arthropoda and Annelida, these are the two groups in which we can see a true segmentation or metamerism. അപ്പോൾ മെറ്റാമറിസം കണ്ടുവരുന്നത് അന്നലിഡയിലും ആർത്രോപോഡയിലുമാണ്. നമുക്കിനി അടുത്തതായി നോട്ടോകോഡ് എന്ന ക്യാരക്ടറിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം. എന്താണ് നോട്ടോകോഡ് എന്ന് പറഞ്ഞാൽ? ആനിമൽസ് പൊസസ് ചെയ്യുന്ന ഒരു റോഡ് ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചറാണ്, ഒരു ദണ്ഡാകൃതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് ഈ നോട്ടോകോഡ്. നോട്ടോകോഡ് ഉള്ളവരുമുണ്ട്, നോട്ടോകോഡ് ഇല്ലാത്തവരുമുണ്ട്. നോട്ടോകോഡ് ഉള്ള ആനിമൽസിനെ നാം വിളിക്കുന്നത് കോർഡേറ്റ്സ് എന്നാണ്. നോട്ടോകോഡ് ഇല്ലാത്ത ആനിമൽ ഗ്രൂപ്പ്സ് ആണെങ്കിൽ നാം അവയെ നോൺ കോർഡേറ്റ്സ് എന്നും വിളിക്കുന്നു. അപ്പോൾ രണ്ട് തരത്തിൽ ആനിമൽ കിങ്ഡത്തെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നോട്ടോകോഡ് ഉള്ളവരും നോട്ടോകോഡ് ഇല്ലാത്തവരും. നോട്ടോകോഡ് ഉള്ളവരെ നാം കോർഡേറ്റ്സ് എന്നും നോട്ടോകോഡ് ഇല്ലാത്തവരെ നോൺ കോർഡേറ്റ്സ് എന്നും പറയുന്നു. എന്താണ് നോട്ടോകോഡ്? നോട്ടോകോഡ് ഈസ് മീസോഡേർമലി ഡിറൈവ്ഡ്. എന്താണ് അതിൻ്റെ അർത്ഥം? മീസോഡേം എന്ന ജേം ലെയറിൽ നിന്നാണ് അത് ഡിറൈവ് ചെയ്ത് വരുന്നത്. മീസോഡേം എന്ന ജേം ലെയർ ആണ് ഇതിന് രൂപം കൊടുക്കുന്നത്. സോ നോട്ടോകോഡ് ഈസ് മീസോഡേർമലി ഡിറൈവ്ഡ് റോഡ് ലൈക്ക് സ്ട്രക്ചർ. അപ്പോൾ 2 പോയിന്റ് ആയി അല്ലേ? മീസോഡേം നിന്ന് ഡിറൈവ് ചെയ്തു, റോഡ് ലൈക്ക് സ്ട്രക്ചർ ആണ്. മീസോഡേമിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ എക്ടോഡേമിൽ നിന്നുമല്ല എൻഡോഡേമിൽ നിന്നുമല്ല എന്ന് വ്യക്തമായി. അപ്പോൾ നോട്ടോകോഡ് ഈസ് ഡിറൈവ്ഡ് ഫ്രം മീസോഡേം. ഇറ്റ് ഈസ് എ റോഡ് ലൈക്ക് സ്ട്രക്ചർ ഫോംഡ് ഓൺ ദ ഡോർസൽ സൈഡ്. ഡോർസൽ സൈഡ് എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ആനിമലിന്റെ ഡോർസൽ സൈഡിലാണ് ഈ പർട്ടിക്കുലർ സ്ട്രക്ചർ ഫോം ചെയ്തതാണ്. ബാക്ക് സൈഡിലാണ് ഇത് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നോട്ടോകോഡ് ഈസ് പ്രസന്റ് ഓൺ ദ ഡോർസൽ സൈഡ്. ഫ്രണ്ട് സൈഡിനെ പറയാ വെൻട്രൽ സൈഡ് എന്നാണ് പറയാ. ബാക്ക് സൈഡിനെയാണ് പറയുന്നത് ഡോർസൽ സൈഡ് എന്ന്. അപ്പോൾ ഡോർസൽ സൈഡിലാണ് നോട്ടോകോഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക. മാത്രമല്ല ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ എംബ്രിയോണിക് ഡെവലപ്മെന്റ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഡ്യൂറിങ് എംബ്രിയോണിക് ഡെവലപ്മെന്റ്. എംബ്രിയോണിക് ഡെവലപ്മെന്റിലാണ് ഇത് കണ്ടുവരിക. ഇൻ സം ആനിമൽസ്, എല്ലാ ആനിമൽ ഗ്രൂപ്പ്സിലും ഈ നോട്ടോകോഡ് ഉണ്ടെന്ന് കരുതരുത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നോട്ടോകോഡ് പൊസസ് ചെയ്യുന്നവരും പൊസസ് ചെയ്യാത്തവരുമുണ്ട്. നോട്ടോകോഡ് ഉള്ളവരെ കോർഡേറ്റ്സ് എന്നും നോട്ടോകോഡ് ഇല്ലാത്തവരെ നോൺ കോർഡേറ്റ്സ് എന്നും നാം വിളിക്കുന്നു. അപ്പോൾ എന്താണ് നോട്ടോകോഡ് എന്നതിന്റെ ഡെഫിനിഷൻ എന്താണ്? നോട്ടോകോഡ് ഈസ് എ മീസോഡേർമലി ഡിറൈവ്ഡ് റോഡ് ലൈക്ക് സ്ട്രക്ചർ present on the dorsal side of the animal during embryonic life, and it is applicable for some animals. So that is called notochord. So animals with a notochord, they are chordates. Animals without notochord, they are non-chordates. Okay, so from Porifera to Echinodermata, they are non-chordates. നോൺ-കോർഡേറ്റ്സ് എന്നറിയപ്പെടുന്നത് പോരിഫറ മുതൽ എക്കനോഡെർമേറ്റ വരെ. ഈവൻ നമുക്ക് ഹെമികോർഡേറ്റയും ഇൻക്ലൂഡ് ചെയ്യാം. അവരെല്ലാം നോൺ കോർഡേറ്റ്സ് എന്നാണ് പറയുക. കാരണം അവയ്ക്കൊന്നും നോട്ടോകോഡ് ഇല്ല. എന്നാൽ കോർഡേറ്റ എന്ന ഗ്രൂപ്പിൽ മാത്രമേ നോട്ടോകോഡ് പൊസസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അവരെ കോർഡേറ്റ്സ് എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ക്ലാസ്സിൽ നാം പ്രധാനമായും പഠിച്ചത് എന്തെല്ലാമാണ്? ഇന്ന് ഈ ക്ലാസ്സിൽ നാം പഠിച്ചത് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, body symmetry, germ layers, nature of the coelom, segmentation and notochord. So ഈ അടിസ്ഥാനപരമായ ഈ സ്വഭാവ സവിശേഷതകൾക്കനുസരിച്ചാണ് ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആനിമൽസ് എപ്രകാരമാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്നാണ് നാം ഈ എപ്പിസോഡിൽ പ്രധാനമായും പഠിച്ചത്. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്, അതായത് നിങ്ങൾ ശരിയായ രീതിയിൽ ഓരോ ഫൈലയുടെയും ക്യാരക്ടേഴ്സ് നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ എപ്പിസോഡിലുള്ള ഈ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് വളരെ കൃത്യമായ ഒരു അറിവ് നിങ്ങൾക്ക് കൂടിയേ തീരൂ. അതായത് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, സിമെട്രി, ജേം ലേയേഴ്സ്, നേച്ചർ ഓഫ് ദ സീലോം, സെഗ്മെന്റേഷൻ, നോട്ടോകോഡ്. ഈ ക്യാരക്ടേഴ്സ് 1 by 1 ആയി ഏതെല്ലാം ഗ്രൂപ്പ്സിലാണെന്ന് ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പിന്റെയും ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് പഠിക്കുന്നതിന് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ അടുത്ത ഒരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നത് വരേക്കും ഇറ്റ്സ് ഗുഡ് ബൈ ഫ്രം സ്റ്റീഫൻ ക്ലാസസ്.